ചേച്ചി അങ്ങോട്ട് ചെന്ന് വേണ്ട ആ രണ്ടാമത്തെ ബൂത്താ കേട്ടോ. ചേച്ചി ചിഹ്നം അറിയാമല്ലോ. കഴിവേറിയല്ലേ ചേച്ചി, കോടാലി മറക്കല്ല. പരാജ് ഞാൻ നീ മറ്റേ പുള്ളിക്കാരനെ വിളിച്ചോണ്ട് വന്നോടാ. എടാ നീ പുലിമേലോട്ട് ചെല്ലടാ, അവിടെ കുറെ പേര് നോക്കി ഇരിക്കുവാ. ഓട്ടം അങ്ങോട്ട് ചുമ്മാ സമയം കളയാൻ വേണ്ടി. എടാ രാവിലെ തന്നെ കൊണ്ടുവന്ന് ഓട്ടി ചെയ്യിപ്പിക്കടാ എല്ലാവരും കൊണ്ട്. നീ മറന്നു പോകും എല്ലാവരും. എടാ അപ്പുറത്തെ ജംഗ്ഷനിലോട്ടെ 2 വണ്ടി വിട്ടോണം കേട്ടോ. എന്റെ പൊന്നെണ്ണ രാവിലെ ഓരോരുത്തരെ ഉറക്കം കളിച്ച് അവരുടെ ചന്തി വരെ കഴുകിട്ട് അതിനോട് കൊണ്ടിറക്കിയേക്കണേ. പോണ വരും വന്നോളും. അണ്ണൻ ആ ബൂത്തിലോട്ട് ചെല്ല്, ഞാൻ ആൾക്കാരെ വിളിച്ചോണ്ട് വരാം. എനിക്ക് ആരെങ്കിലും കള്ളോട്ട് ചെയ്യും. നിങ്ങളുടെ ഒരു കണ്ണെപ്പോഴും അവിടെ വേണം. 2 കൊടുക്കാം. അണ്ണ ഇവിടെ നിൽക്കുവന്ന വാങ്ങ് പോയി എലക്ഷൻ ചെയ്യണല്ലോ. இந்த ஊர்ல வண்டி லோட இறக்க வந்திருக்கேன்ப்பா, நீ என்னைய கூப்பிட்டு இருக்க? അണ്ണാ വോട്ട് ചെയ്യും വാ. അണ്ണാ അത് കുഴപ്പമില്ല. നമ്മുടെ സുമി ചേച്ചിയുടെ മോനെ തമിഴ്നാട്ടിൽ ഒളിച്ചോടി പോയിട്ടുണ്ടല്ലോ, പുള്ളിക്കാരനാന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കാം വാ. நான் எங்க ஊர்ல ஓட்டு போட்டுக்கிறதையா, நீ எதுக்கு எங்க வந்து என்னைய ஓட்டு போட கூப்பிட்டு இருக்க? லோட இறக்க வந்தவன்ட்ட பிடிச்சி എല്ലാരും വോട്ട് ചെയ്യണം. നമുക്ക് വോട്ട് ചെയ്യാം വാ. ചേട്ടാ ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയോ? അതെ, എന്റെ ചിഹ്നം ആപ്പിൾ. ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങ് നിന്നില്ല. കാലം പോയ ഓക്കെ. അടിക്കാനും വേണ്ടില്ല, ഇലക്ഷനാ, വോട്ട് ചെയ്യണം. എന്താ ലേറ്റായ? ചിഹ്നം അറിയാലോ, കോടാലി. ഉമേഷേ വോട്ട് ചെയ്യിപ്പിച്ചോളാം. സാറേ ഇത് എന്റെ അമ്മൂമ്മയാ, ഒട്ടും കണ്ണു കാണാൻ വയ്യ. അതുകൊണ്ട് വോട്ടിടാൻ വേണ്ടി ഞാന് വീട്ടിന് വന്ന. എടാ മക്കളെ, ആ ബാലറ്റ് പറ്റിയുടെ ബായ എവിടെ പോയി? ബായ ബായ ഉണ്ടോ അവിടെ? അതുകൊണ്ട് ഒടുക്കത്തെ കാഴ്ചശക്തി അമ്മൂമ്മേ ഇതെത്ര? അത് നിന്റെ കൈ. അപ്പൊ ഇതെന്തുവാ? അത് നിന്റെ രണ്ടാമത്തെ കൈ. ഇതെന്ത് ഇത് ചോദ്യോത്തരവേളയോ? തളകി കാണാലോ, പിന്നെന്തുവാ? അത് ദൂരക്കാഴ്ചയുള്ളൂ. അടുത്തുള്ള ചിഹ്നം മാറി കുത്തിയാലോ, അതിനാ ഞാൻ കൂടെ വന്നത്. ഇല്ല അമ്മമ്മേ, ഞാൻ സ്കൂളിൽ പോലും പോയിട്ടില്ല, അറിയാവോ? അവൻ ചോദിക്കുന്നു ഓരോന്ന്. കേറി കുത്തിക്കാം. എടാ മക്കളെ ഞാൻ വരണ്ടേ? കണ്ണു പൊട്ടിയാക്കും ഇല്ലയോടാ? ലൂസാക്ക്, കുത്തണ്ടല്ലേ ഇത്. പുഷ്പരാജ് പുഷ്പരാജ് നിങ്ങളോട് ഞാൻ പുഷ്പരാജ് കുത്താനല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ വഴുതാല മത്സരത്തിലേക്ക് കുത്തിയത്? എന്താന്ന് അറിയത്തില്ല, പടക്കങ്ങൾ എനിക്ക് കൊച്ചിലെ മുതലേ ഭയങ്കര വീക്ക്നെസ്സാ. മക്കളൊന്ന് പിടിയടാ. എന്തോതിനാ? എടാ എന്നെ മക്കളെ വീട്ടിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുവരണ. ഇങ്ങോട്ട് എങ്ങനാ വന്നേ? അമ്മൂമ്മ നടന്നാ വന്നേ. അതുപോലെ തിരിച്ചങ്ങ് പോയാ മതി. എന്തൊരു സാധനമാടാ, കുണം വരാതെ വരുവാടാ. പയറായിരുന്നില്ലയോ? പയറ് പൊട്ടി പടക്കമായി പോയി, അറിയാതെ പടക്കത്തിലാ കുത്തിയത്. മോൻ ചെയ്യിക്ക്. എവിടെ പോവാ? അണ്ണാ അപ്പൂപ്പം വയ്യാതെ വെന്റിലേറ്ററിൽ കിടക്കുന്നു. അപ്പൊ അവസാനമായിട്ട് ഇച്ചിരി ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പൊന്നു കാണാൻ ഇച്ചിരി ചോറുണ്ടാക്കി തന്നെയാ അപ്പൂപ്പന് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവായിരുന്നു. നമുക്ക് വോട്ട് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് വിടാം. എന്നാ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് താമസിക്കുവണ്ണ. അപ്പൂപ്പൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. അപ്പം ആകെ പറഞ്ഞ ആഗ്രഹം അവസാനമായിട്ട് കൊടുത്തിട്ട് വന്നിട്ട് ഞാനങ്ങ് വോട്ട് ചെയ്തോളാം. നിന്റെ അപ്പൂപ്പൻ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്നോട്. എന്തോന്ന്? കോടാലി ചിഹ്നത്തിന് വോട്ട് കൊടുക്കണേന്ന്. ആ ദൗത്യം നീ നിറവേറ്റണോടാ. പാടാ ഇങ്ങോട്ട്. വെള്ളം മഷി മയക്കുന്ന സാധനം വീട്ടിലെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. തീർന്നെങ്കിൽ എടുത്തോണ്ടെന്നാ മതി കേട്ടോ. ഓക്കെ. അമ്മേ വോട്ട് ചെയ്തോ മോനെ? നമ്മുടെ ചിഹ്നത്തിന് തന്നെ. അപ്പൂപ്പം മരിച്ച് സന്തോഷിക്കില്ലേ? എന്തോ വലുത് വരായിരുന്ന ഈ ചെറുതിലങ്ങ് അവസാനിച്ചില്ലേ? ചെല്ലു പോയി അടക്കമൊക്കെ കഴിക്കട്ടോ കേട്ടോ. പിന്നെ വോട്ട് ചെയ്യുന്നവർക്ക് അവിടെ കുപ്പി കൊടുക്കുന്നുണ്ടെന്ന് കേട്ട്, കിട്ടുവോ? ഇവിടെ ഒരു അപ്പൂപ്പൻ മരിച്ചു കിടക്കുമ്പോ ഇങ്ങനെ അവസ്ഥയിൽ കുപ്പിയൊക്കെ ചോദിക്കാവോ? ചെല്ല്. നീ കുപ്പി വേണ്ട, പെഗ് മതി. ചെല്ല ഉമ്മന്റെ അടക്കം കഴിയാനുള്ള പോ. ഒരു മഗ്ഗിനകത്തെങ്കിലും വോട്ട് ചെയ്യാം. ലോഡ് കേടായി കിടക്കും അല്ലയോ? കുഴപ്പമില്ല. വോട്ട് ചെയ്യാം. അതിനിവിടെ പ്രസക്തി ഇല്ല. സാറേ എന്റെ അപ്പൂപ്പനാ, ഒരു വോട്ട് ചെയ്യിപ്പിച്ചോട്ടെ. അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്തോണ്ട. അയ്യോ സാറേ, ഇത് ബോൺസൈ തൈ വെച്ചുണ്ടാക്കിയതാ. അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ? മിനിയേച്ചർ പോലെ ഇരിക്കുന്നത്.
അത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ കുടുംബത്തെ എല്ലാരും അപ്പ കുത്തപ്പ കൂടി എത്തത്തില്ലല്ലേ വേണ്ടേ ഇതേലോട്ട് കുത്തിക്ക് അത് തന്നെ കറക്റ്റ് കുത്തി അപ്പ വീട്ടിൽ കൊണ്ടുവിടാം ബാ സാറേ എന്റെ കൊച്ചച്ഛനാ ഒന്നും ഒട്ടിടിച്ചോട്ടെ. എടാ നിന്റെ കുടുംബത്തിൽ ഇതെല്ലാം ചെറുതാണോ? സാറേ ഇത് ബോൺസയാ മറ്റേ ബഡ്ഡി ഏൽപ്പിച്ചുണ്ടാക്കിയ കുഴപ്പമില്ല കൊച്ചച്ഛനൊക്കെ ഇത്രേ ഉള്ളൂ. സാറേ രണ്ടുപേരെയും കൂടെ എന്റെ ശംഖുമത്തുള്ള രമച്ചേച്ചിയുടെ ഭർത്താവും ചിറ്റപ്പനും ഒട്ടിടിച്ചോട്ടെ. എടാ നിന്റെ കുടുംബം മൊത്തം ഇങ്ങനെയാണോ? കിഴക്ക് അങ്ങോട്ട് പോ ഉണ്ടല്ലേ ഒട്ടി ചെയ്യുന്നിടം വരെ ഉണ്ടല്ലേ. അവിടെ പോത്തരാ ഇങ്ങനെ മുണങ്ങാതെ വെള്ളം ഒഴിച്ച് കുടിക്കണം മാറി ഇന്ന് ഹാനം കിട്ടാത്ത ദിവസം അറിയത്തില്ല ഡ്രൈ ഡേ. നമ്മുടെ മുദ്ര വയ്ക്കലാൽസലം വൈകിട്ട് നിനക്ക് എന്ത് വേണേലും ചെയ്തു തരാം. ഇപ്പൊ തന്നെ 1000 രൂപയും ബിരിയാണി ഞാൻ മേടിച്ചു തന്നില്ലയോ? ചിക്കൻ ഭയങ്കര മുറ്റായിരുന്നു സ്ഥാനാർത്ഥി. മുറ്റില്ലാത്തത് പിന്നെ മേടിച്ചു തരാം. അപ്പൊ നീ എനിക്ക് വോട്ട് ചെയ്യണം. അതൊക്കെ പോട്ടെ, നിന്നെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അയ്യോ എന്നെ അറിയത്തില്ലയോ? മനസ്സിലായില്ല? നിങ്ങളുടെ പോസ്റ്ററിനും ഫ്ലെക്സിലും ഒക്കെ കരി വാരി തേച്ചിട്ട് മണ്ണൊക്കെ വാരി തേച്ച് പോസ്റ്ററൊക്കെ വലിച്ചു കീറി തോരണമൊക്കെ വലിച്ചു കീറിയ ആ ആളാ ഞാൻ. നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി വടുതല വത്സലയുടെ പുത്രനാ കൊച്ചു എന്തോടെ ഒരു പെരിങ്ങലൊക്കെ കള്ളയോട്ട് കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. പേടിച്ചാലങ്ങാ നോക്കി എടുത്താൽ ഇടിയതേ ഉള്ളു കേട്ടോ. ഞാൻ നോക്കി നോട്ട് ഐ ഡി കാർഡ്. പോലീസ് 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 സാറേ 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 ഒന്ന് വാ സാറേ. ഞാനാ പോലീസ് എടുത്തത്. നീ പോടാ പുല്ലേ, നീ പണ്ടേ ഓടാ സാറേ. ഒന്ന് വാ സാറേ. നിനക്ക് എസ്ഐയുടെ കുടുംബം അറിയോടാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ആ സാറേ ഓടി വാ സാറേ. കണ്ടത് കണ്ട 15ാമത്തെ വേഷം മാറി ഒന്ന് വോട്ട് ചെയ്തത്. ഒന്ന് വാ സാറേ, പിടിക്ക് സാറേ ഇവനെ. സാറേ ഓരോട്ടും കൂടെ ഉണ്ട്. ഇനി ഇതാരാണോ? സാറേ ഇനി ഇത് ഞാൻ ആരാന്ന് പറയാൻ ഞാൻ എല്ലാരെയും കൊണ്ടുവന്നു. ഇത് പകയിൽ എന്റെ ഒരു അച്ഛൻ, അമ്മയ്ക്ക് വേറെ സംബന്ധം ഉണ്ടായിരുന്നു അതിലെ. ഇയാളച്ഛന്റെ മോന്തയ്ക്ക് നിന്ന് കാക്ക കുറിയാന്നു. പുള്ളിക്ക് വൈറ്റ് വാഷിന്റെ പരിപാടി അടിച്ചോണ്ടിരുന്ന കൂട്ടത്തിൽ വിളിച്ചോണ്ട് വന്നു. അങ്ങനെ മൊത്തം ആയി. ഇത് കണ്ടോ സേഫ്റ്റിക്കൊക്കെ ഇട്ടേക്ക്. അല്ല പുള്ളി എന്താ ഈ ചോദ്യത്തിനൊന്നും മറുപടി പറയാത്തത്? പുള്ളി ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല. പക്ക നീറ്റാ. അല്ല കണ്ണടച്ചിരിക്കുന്നു. പുള്ളി എന്ത് കാര്യം കണ്ണും പൂട്ടി ചെയ്യുന്നോണ്ട് പുള്ളി കണ്ണടച്ച് ഇരിക്കത്തില്ല. അത്രയ്ക്ക് നീറ്റാ. സാറേ വെച്ചോണ്ടിരിക്കണ്ട ചെയ്യും. സമയങ്ങളെ എന്റെ കൈ എടുത്താൽ കുത്തിന് കല്ലായിരിക്കുക. സാരമില്ല, ഒന്നുകൂടെ വലിച്ചു കൂട്ട്. മോർച്ചറി ഇരുന്ന ബോഡിയാ കല്ലായിരിക്കും. ഒരു വലിയ കൂടെ വലിച്ചാൽ ഓടി ഞാൻ പോകും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഞാൻ കുത്തിയാ മതിയോ? അത് മതിയേ.